ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നമ്മളുടെ ചാനലിൽ വീഡിയോസും ഷോർട്സും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫേസ്ലെസ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നില്ല. ഫേസ്ലെസ് ചാനലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നും വീഡിയോസും ഫോട്ടോസും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വീഡിയോസായും ഷോർട്സായും ഒക്കെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അങ്ങനെ മോണിറ്റൈസേഷൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ചാനലുകളെയാണ് ഫേസ്ലെസ് ചാനലുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ റീച്ച് ആവുന്നതും ഫേസ്ലെസ് ചാനലുകളാണ്. ഇന്ന് ഒത്തിരി പേർക്ക് യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അനുസരിച്ച് ഒത്തിരി പേർക്ക് ഫേസ്ലെസ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ഒത്തിരി പേർക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താലാണ് ഫേസ്ലെസ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്ന്. എന്തുകൊണ്ടാണ് പല ഫേസ്ലെസ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാത്തത് എന്ന്. അപ്പോൾ നിങ്ങൾ ഫേസ്ലെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ആദ്യം എന്തുകൊണ്ടാണ് നമ്മുടെ ഫേസ്ലെസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാത്തതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീവിദ്യ യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും അതിനോടൊപ്പം തന്നെ ഹൈപ്പും തരാനും മറക്കരുത്. ആദ്യം എന്തുകൊണ്ടാണ് ഫേസ് കാണിക്കാതെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മോണിറ്റൈസേഷൻ ലഭിക്കാത്തത് എന്ന് പറയാം. അങ്ങനെ ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ എൻ്റെ ചാനലിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ്. അപ്പോൾ ഞാൻ അവരുടെ ചാനൽ പലതവണ ഒരുപാട് പേരുടെ ചാനൽ പലതവണ ചെക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് അവരവരുടെ ചാനലിൽ അവരുടേതായിട്ടുള്ള യാതൊരു ക്രിയേറ്റിവിറ്റിയും ചെയ്തിട്ടില്ല. അവർ മറ്റ് പല പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും മറ്റാരുടെയെങ്കിലും വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് അവരുടെ ചാനൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ പലരും ഇങ്ങനെയാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് നിർത്തുക. കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയും ആ വീഡിയോസിൽ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ലഭിക്കില്ല. നിങ്ങൾ പല സ്ഥലങ്ങൾ, അതായത് നിങ്ങൾ വാട്സപ്പിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ ഒക്കെ കിട്ടുന്ന വീഡിയോസ് ഷെയർ ചെയ്ത് ചെറിയ ചെറിയ എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ വരുത്തി ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കോ സോങ്ങോ ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ചില ആൾക്കാർ എന്നോട് പറയുന്നത്, ചേച്ചി ഞാൻ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസിൽ ചെറിയ എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, എന്നിട്ടും എനിക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ ലഭിക്കുന്നില്ല എന്നാണ്. എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റങ്ങൾ മാത്രം യൂട്യൂബ് അംഗീകരിക്കില്ല. യൂട്യൂബിൻ്റെ പോളിസിക്ക് അനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ മോണിറ്റൈസേഷൻ നമുക്ക് ഫേസ്ലെസ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അതിലൊന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റെവിടെന്നെങ്കിലും എടുക്കുന്ന വീഡിയോസോ ഫോട്ടോസോ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവർ ഉണ്ടായിരിക്കണം. അല്ലാതെ മ്യൂസിക്കോ സോങ്ങോ ആഡ് ചെയ്ത് മാത്രം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആയിരിക്കണം. അതുമല്ല എങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഫേസ് കാണിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ ചാനൽ ഒരു ട്രാവലിംഗ് വ്ലോഗ് ചെയ്യുന്നതാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത പല പല വീഡിയോസ് നിങ്ങൾ മ്യൂസിക്കോ സോങ്ങോ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾ ഫേസ് കാണിക്കുന്നില്ല, നിങ്ങൾ വോയിസ് ഓവറും കൊടുക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ് എന്നായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ പറയും, ഇപ്പോൾ നിങ്ങളാണല്ലോ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോസിൽ നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സോങ്ങോ മ്യൂസിക്കോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താലും നമ്മൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുമെന്നുള്ള കാര്യം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പക്ഷേ യൂട്യൂബിൻ്റെ റിവ്യൂവറിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഒക്കെ അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് തോന്നാം നിങ്ങളുടെ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ അല്ല, മറ്റെവിടെന്നെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത വീഡിയോസിൽ നിങ്ങൾ സോങ്ങോ മ്യൂസിക്കോ ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നതാണ് എന്ന്. അങ്ങനെ നമുക്ക് അവർ ചെക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും റീയൂസ്ഡ് കണ്ടന്റ് എന്നവർ തരുന്നത്. പക്ഷെ അത് നമുക്കൊരു അപ്പീൽ വീഡിയോയിലൂടെ റെഡിയാക്കാവുന്നതാണ്. മാക്സിമം നിങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾ ഒരു പക്ഷേ ഫേസ് കാണിക്കാനോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ പുറകിൽ നിങ്ങളുടേതായിട്ടുള്ള വോയിസ് ഓവർ കൊടുക്കാനോ ശ്രമിക്കുക. കാരണം
നിങ്ങൾ അപ്പീൽ വീഡിയോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത് എവിടെയാണോ ആ സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഫേസ് ജസ്റ്റ് കാണിക്കുകയോ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഉടനീളം നിങ്ങളുടെ വോയിസ് ഓവർ കൊടുക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് കഴിയും. നമുക്ക് അപ്പീൽ വീഡിയോയിലൂടെ റെഡിയാക്കാം, പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ ട്രാവൽ ചെയ്തിരിക്കുന്നത് ആ ട്രാവൽ വീഡിയോസൊക്കെ നിങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ ഒരു ട്രാവലിംഗ് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരോ ഇല്ലെങ്കിൽ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ചാനലായിരിക്കും, ഇങ്ങനെ ഏത് തരം അല്ലെങ്കിൽ നമ്മൾ പല ഗൂഗിളിൽ നിന്നും മറ്റെവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് എഡിറ്റിങ്ങിലൂടെയുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ എന്ത് തരം വീഡിയോസ് നിങ്ങൾ ചെയ്യുന്നവരോ ആയിക്കോട്ടെ, നിങ്ങൾ ഫേസ് കാണിക്കുന്നില്ല എങ്കിൽ ആ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വോയിസ് ഓവർ നൽകിയിരിക്കണം. അങ്ങനെ എഡിറ്റിങ്ങിലൂടെയുള്ള മാറ്റം മാത്രം യൂട്യൂബ് അംഗീകരിക്കില്ല. ഫേസ്ലെസ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാതെ മറ്റ് എവിടെന്നെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്ന വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾ സോങ്ങോ മ്യൂസിക്കോ ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് ചിലപ്പോൾ വൈറലാവും, നിങ്ങൾക്ക് അതുവഴി ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ നിങ്ങളുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവും. പക്ഷേ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഒത്തിരി പേർക്ക് ഫേസ് കാണിച്ച് വീഡിയോസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ പ്രോപ്പറായിട്ട് വോയിസ് ഓവർ നൽകിയോ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കുമോ ആണെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഫേസ്ലെസ് വീഡിയോസിന് മോണിറ്റൈസേഷൻ ലഭിക്കാത്തത് എന്നും എങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്താലാണ് ഫേസ്ലെസ് ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുക എന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല, അതുപോലെ റീയൂസ്ഡ് കണ്ടന്റ് വന്നു, അപ്പീൽ വീഡിയോ സ്വന്തമായിട്ട് റെഡിയാക്കാൻ അറിയില്ല, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സഹായം തേടാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ആഡ്സെൻസിൽ ഒത്തിരി പേർക്ക് എറർ വരുന്നുണ്ട്, ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.